ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ടീച്ചർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നമുക്കിന്ന് അക്കങ്ങളിലൂടെ കുറച്ച് ചിത്രങ്ങൾ വരച്ചാലോ? ഇങ്ങോട്ട് നോക്കൂ. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ടീച്ചറെ നോക്കണം കേട്ടോ. ഇത് എങ്ങനെയാണ് ടീച്ചർ വരയ്ക്കുന്നതെന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കണം. നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും റെഡിയല്ലേ? ആദ്യം നമ്മൾ ഏതക്കമാണ് എഴുതുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. എത്രയാണിത്? ഒന്ന് പറഞ്ഞേ. 1 അല്ലേ? എത്രയാ? 1. മക്കളെല്ലാവരും ഒന്ന് പറഞ്ഞേ. 1. അടുത്തതോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. 2 അല്ലേ? എത്രയാ? 2. ഒന്ന് പറഞ്ഞേ. എത്രയാ? 2. അടുത്ത അക്കമേതാ? ടീച്ചർ എഴുതട്ടെ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. 3. എത്രയാ? 3. മക്കളെല്ലാവരും ഒന്ന് പറഞ്ഞേ. 3. നമ്മൾ ഏതൊക്കെ അക്കം എഴുതിയത്? ഒന്ന് പറഞ്ഞേ. 1, 2, 3. അടുത്ത അക്കം ഏതാ? അറിയാമോ? നമുക്കൊന്ന് നോക്കിയാലോ. 4. എത്രയാ? 4. ഒന്ന് പറഞ്ഞേ. 4. അടുത്ത അക്കം എത്രയാ? 5. എത്രയാ? 5. ഒന്ന് മക്കളെല്ലാവരും ഈ അക്കം മുഴുവനും ഒന്ന് ടീച്ചറിൻ്റെ കൂടെ പറയണം കേട്ടോ. 1, 2, 3, 4, 5. നമുക്ക് ഈ അക്കങ്ങൾ ചിത്രങ്ങളാക്കി മാറ്റിയാലോ? ഇങ്ങോട്ട് നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഈ 1നെ നമ്മൾ ഏത് ചിത്രമാക്കും? ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നോക്കിയേ, കണ്ടോ? ടീച്ചർ ഈ 1നെ ഏത് ചിത്രമാക്കി മാറ്റിയെന്നറിയാമോ? മെഴുകുതിരി. എന്താ ഇത്? മെഴുകുതിരി അല്ലേ? ഈ 1നെ നമ്മൾ മെഴുകുതിരി എന്ന ചിത്രമാക്കി മാറ്റി. എന്നാൽ നമുക്ക് 2നെ ഏത് ചിത്രമാക്കാമെന്ന് നോക്കാം അല്ലേ? ദാ നോക്കൂ, ടീച്ചർ ഇവിടെ 2 എഴുതുകയാണ് കേട്ടോ. കണ്ടോ? ഈ 2നെ ദാ ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, കണ്ടോ? എന്താ ഇത്? എന്താ ഇത്? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കൂ. ഏത് ചിത്രമായത്? ആ, വെള്ളത്തിലൂടെ നീന്തുന്ന ഒരു എന്താ അരയന്നമാണല്ലേ? ആ, എന്നാൽ നമുക്ക് ഈ 3 ഏതാകുമെന്ന് നോക്കാമല്ലോ. നോക്കാം. കണ്ടോ? ഇതെത്രയാ? ഇത് 3 അല്ലേ? നമുക്ക് ഈ 3നെ ദാ ഈ ഭാഗത്തും വരച്ചു. കണ്ടോ? ഇനി നമുക്ക് എന്താ? ദാ ഇതുപോലെ വരച്ചാൽ എന്താകും? ആ, എന്താണ്? പൂമ്പാറ്റ അല്ലേ? പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റയെ മക്കളെല്ലാവരും കാണാറില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പൂമ്പാറ്റയെ? അല്ലേ? കണ്ടില്ലേ? അപ്പം 3നെ നമ്മൾ ഏത് ചിത്രമാക്കി? പൂമ്പാറ്റയാക്കി മാറ്റിയല്ലേ? അപ്പോൾ നമുക്ക് ഈ 4 എന്താകുമെന്ന് നോക്കാം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നോക്കൂ, ഇതാ ടീച്ചർ ഇവിടെ
4 എഴുതി. കണ്ടോ? ഈ 4നെ ടീച്ചർ ഇതിനെ ചെറിയൊരു പട്ടമാക്കി. എന്താണ്? പട്ടം അല്ലേ? പട്ടം പറത്താറില്ലേ? ഇല്ലേ? അപ്പോൾ ഈ 4 എന്ന അക്കത്തിനെ പട്ടമായി നമ്മൾ വരച്ചല്ലേ? ഇനി എന്താണുള്ളത്? 5 അല്ലേ? 5 എന്ന അക്കം ഏത് ചിത്രമായി മാറും? ഒന്ന് നോക്കിയാലോ? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? 5 ടീച്ചർ ഇവിടെ എഴുതിയേ. ദാ നോക്കൂ, 5നെ നമ്മൾ ഇതുപോലെ വരച്ചാൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പഴമായി. എന്താണിത്? ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും അറിയാലോ, ആപ്പിൾ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ആപ്പിൾ? അപ്പോൾ നമ്മൾ ഈ അക്കങ്ങൾ കൊണ്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് വരച്ചത്? ഒന്ന് പറഞ്ഞേ എല്ലാവരും. ടീച്ചറുടെ കൂടെ പറയണം കേട്ടോ. മെഴുകുതിരി, അരയന്നം, പൂമ്പാറ്റ, പട്ടം, ആപ്പിൾ അല്ലേ? നമ്മൾ ഏതൊക്കെ അക്കങ്ങൾ ഉപയോഗിച്ചാണ് ഇത് വരച്ചത്? 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? വീട്ടിലിത് ഇരുന്ന് വരയ്ക്കുമല്ലോ അല്ലേ? ഹായ് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അക്കങ്ങൾ ഉപയോഗിച്ച് ടീച്ചർ ചിത്രം വരച്ച് കാണിച്ചു തന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? എങ്കിൽ ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ഉത്സവത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും ഉത്സവമുണ്ടാകും. നിങ്ങൾ ഉത്സവത്തിന് പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്ധ്യ കഴിഞ്ഞ് ഉത്സവപ്പറമ്പ് കാണാൻ എന്തു ഭംഗിയാണല്ലേ? നിറയെ കാഴ്ചകളുണ്ടാകും, കുഞ്ഞു ബൾബുകളിട്ട അലങ്കാരങ്ങളുണ്ടാകും. പിന്നെയോ മുത്തുക്കുട ചൂടി നെറ്റിപ്പട്ടം കെട്ടി ആനയും വാദ്യമേളങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലേ? ഇനി ടീച്ചർ മക്കൾക്കൊരു സൂത്രം കാണിച്ചു തരട്ടെ. എന്താണെന്നോ? ടീച്ചർ ഒരു കൈമണിയാണ് ഉണ്ടാക്കി തരുന്നത്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പം നമുക്ക് കൈമണി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ദാ ഇതുപോലെ 2 സോഡാ മൂടി വേണം കേട്ടോ. എന്താണിത്? സോഡാ കുപ്പിയുടെ മൂടിയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇനി എന്ത് വേണം? ഇനി 2 റബ്ബർ ബാൻഡ് വേണം. ഇനിയോ? ഇനി ഒരു ആണിയും വേണം. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ദാ ടീച്ചർ ഇതുപോലെ ഈ സോഡാ മുടിയിൽ ടീച്ചർ ആണി ഉപയോഗിച്ച് 2 ദ്വാരം ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോ? മക്കളെല്ലാവരും ഇതുപോലെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായത്തോടെ ആണി ഉപയോഗിച്ച് 2 ദ്വാരം ഇട്ട് വെക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്? റബ്ബർ ബാൻഡ് എടുത്ത് ടീച്ചർ സോഡാമുടിയുടെ ദ്വാരത്തിൽ കൂടി റബ്ബർ ബാൻഡ് പുറത്തേക്കെടുത്തു. എല്ലാവരും കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത ദ്വാരത്തിൽ കൂടി ടീച്ചർ ദാ ഇതുപോലെ റബ്ബർ ബാൻഡ് പുറത്തേക്കെടുത്തു. കണ്ടോ എല്ലാവരും? എല്ലാവരും കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാവരും നോക്കി. ഇനി ടീച്ചർ റബ്ബർ ബാൻഡിൻ്റെ 2 അറ്റവും ഇതുപോലെ കൂട്ടിക്കെട്ടുന്നു. കണ്ടോ? എല്ലാവരും കണ്ടോ? ഇതുപോലെ ടീച്ചർ കൂട്ടിക്കെട്ടി. ഇതെന്താണ്? ഇതാണ് കൈമണി. എല്ലാവരും കണ്ടോ? ഇതുപോലെ മക്കൾ വീട്ടിൽ നിന്നും കൈമണി അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായത്തോടെ ഉണ്ടാക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പോൾ ടീച്ചറുടെ കയ്യിൽ എത്ര കൈമണിയുണ്ട്? 1, 2. 2 കൈമണിയുണ്ടല്ലേ? അപ്പം നമുക്ക് 2 കൈമണി ഉണ്ടാക്കണം. ടീച്ചർ ആദ്യം തന്നെ ഒരു കൈമണി കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. മക്കളും ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കണം. ഇനി ടീച്ചർ ഈ കൈമണി ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഒരു കൈമണി എടുത്ത് ടീച്ചറിൻ്റെ തള്ളവിരലിൽ ഇടുകയാണ്. ഏതു വിരലിലാണ് ഇടുന്നത്? തള്ളവിരൽ. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ.
ദാ ഇതുപോലെയാണ് ഇടുന്നത്, കണ്ടോ? എല്ലാവരും കണ്ടോ? ഇതുപോലെ കണ്ടില്ലേ എല്ലാവരും? ഇനി അടുത്തത് ടീച്ചറിൻ്റെ ചൂണ്ടുവിരലാണ് ഇടുന്നത്. ഏത് വിരലിലാണ് ഇടുന്നത്? ചൂണ്ടുവിരൽ. ദാ ഇതുപോലെ. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. ഇതുപോലെ കണ്ടോ എല്ലാവരും? ഇതുപോലെയാണ് മക്കളും കൈമണി ഉണ്ടാക്കി ഇടേണ്ടത് കേട്ടോ. ഇനി ടീച്ചർ കൈമണിയുടെ ശബ്ദം കേൾപ്പിച്ചു തരട്ടെ. കേൾക്കുന്നുണ്ടോ? ടിക് ടിക് ടിക്. കേൾക്കുന്നില്ലേ ശബ്ദം? നല്ല ഭംഗിയുള്ള ശബ്ദം അല്ലേ? ഇനി ടീച്ചർ ഈ കൈമണി ഉപയോഗിച്ച് താളം മുട്ടി ഒരു പാട്ട് പാടിത്തരട്ടെ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. കണ്ണൻ കുളങ്ങര പൂരമാണേ, കേട്ടില്ലേ കൂട്ടരെ ചെണ്ടമേളം, കേട്ടാൽ കൊതിക്കുന്ന പാണ്ടിമേളം, നാഗപ്പനാശാൻ്റെ പക്കമേളം. കൂത്തുണ്ട് പാട്ടുണ്ട് തുള്ളലുണ്ട്, കൂത്താട്ടുവേലൻ്റെ തോറ്റമുണ്ട്, അമ്മൻ കൂടമുണ്ട് തെയ്യമുണ്ട്, കാവിലെ കാവടിയാട്ടമുണ്ട്, കരിവള കൺമഷി ചാന്തുമുണ്ട്, പിപ്പി ബലൂണുകൾ ചെണ്ടയുണ്ട്, മിഠായി 100 താരത്തിലുണ്ട്, ചട്ടിയും കാലവും നീരത്തിയുണ്ട്. ടീച്ചറിൻ്റെ മക്കളെല്ലാവരും പാട്ട് ശ്രദ്ധിച്ചോ? ടീച്ചർ ഒന്ന് താളം മുട്ടി ഒന്നുകൂടി പാടിത്തരട്ടെ. എല്ലാവരും ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. കണ്ണൻ കുളങ്ങര പൂരമാണേ, കേട്ടില്ലേ കൂട്ടരെ ചെണ്ടമേളം, കേട്ടാൽ കൊതിക്കുന്ന പാണ്ടിമേളം, നാഗപ്പനാശാൻ്റെ പക്കമേളം, കൂത്തുണ്ട് പാട്ടുണ്ട് തുള്ളലുണ്ട്, കൂത്താട്ടുവേലൻ്റെ തോറ്റമുണ്ട്, അമ്മൻ കൂടമുണ്ട് തെയ്യമുണ്ട്, കാവിലെ കാവടിയാട്ടമുണ്ട്, കരിവള കൺമഷി ചാന്തുമുണ്ട്, പിപ്പി ബലൂണുകൾ ചെണ്ടയുണ്ട്, മിഠായി 100 താരത്തിലുണ്ട്, ചട്ടിയും കാലവും നീരത്തിയുണ്ട്. ടീച്ചറിൻ്റെ മക്കളെല്ലാവരും താളം മുട്ടി പാടുന്നത് കേട്ടോ? ടീച്ചറിൻ്റെ മക്കൾ ഇതുവരെ ഒത്തിരി പാട്ടുകൾ പഠിച്ചു അല്ലേ? കൈമണി നിർമ്മിച്ച് എല്ലാവരും പാട്ടുകൾ പാടി പഠിച്ച് മിടുക്കരാകണം കേട്ടോ. ടീച്ചറിൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ടാറ്റാ. ഹായ് മക്കളെ, ടീച്ചറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഉത്സവം കാണാൻ ടീച്ചറിൻ്റെ കൂട്ടുകാരൻ കൂടി വന്നിരുന്നു കേട്ടോ. ഉത്സവമൊക്കെ കണ്ട് മടങ്ങുമ്പോൾ ടീച്ചറിൻ്റെ കൂട്ടുകാരൻ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ദാ ഇവിടെ ടീച്ചറിൻ്റെ കൂട്ടുകാരൻ ഒളിച്ചിരിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ ആ കൂട്ടുകാരൻ ആരാണെന്ന് മക്കൾക്കറിയണ്ടേ? എന്നാൽ നമുക്ക് ആ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാലോ? ദാ ഇവിടെ കുറേ ജനാലകളുണ്ട്. നമുക്ക് ആ ജനാല ഒന്ന് തുറന്നു നോക്കിയാലോ? മക്കളും കൂടെ വരണം കേട്ടോ. ദാ മക്കളെ, ഇതെന്താ? എന്താ മക്കളെ? എന്ത് പാറയാണെന്നോ? അത് വലിയ പാറ പോലെയുണ്ടെന്നോ? അത് ടീച്ചറിൻ്റെ കൂട്ടുകാരനല്ല. എന്നാ നമുക്ക് അടുത്ത ജനാല ഒന്ന് തുറന്നു നോക്കിയാലോ? അടുത്ത ജനാല തുറക്കട്ടെ. മക്കളെ,
ദാ ഇത് ടീച്ചറിൻ്റെ കൂട്ടുകാരനാണോ? ഇത് ടീച്ചറിൻ്റെ കൂട്ടുകാരനല്ല കേട്ടോ. ഇത് എന്താ മക്കളെ, മരക്കമ്പ് പോലെയാണെന്നോ? ഇത് ടീച്ചറിൻ്റെ കൂട്ടുകാരനല്ല. എന്നാലേ ടീച്ചർ അടുത്ത ജനാല ഒന്ന് തുറന്നു നോക്കട്ടെ. അവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്ന് നോക്കിയാലോ? അയ്യോ, അതെന്താ മക്കളെ? എന്ത് ചൂലാണെന്നോ? അത് ചൂല് പോലെയുണ്ടെന്നോ? ദാ ആരോ പറഞ്ഞല്ലോ, അതാരുടെയോ വാലാണെന്ന് പറഞ്ഞല്ലോ. ആരോ പറഞ്ഞു. എന്നാലും അത് ടീച്ചറിൻ്റെ കൂട്ടുകാരൻ്റെ വാലായിരിക്കുമോ? ടീച്ചറിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് അറിയണ്ടേ? എന്നാ ടീച്ചർ അടുത്ത ജനാല കൂടി തുറക്കാം കേട്ടോ. അയ്യോ, പേടിച്ചു പോയോ? പാമ്പാണെന്ന് കരുതിയോ? ടീച്ചറും പേടിച്ചു പോയി കേട്ടോ. പാമ്പാണെന്ന് തോന്നിയോ? ആണോ മക്കളെ? ആരോ വീണ്ടും പറഞ്ഞു. ടീച്ചറിൻ്റെ കൂട്ടുകാരൻ്റെ പേരാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലർക്കത് മനസ്സിലായിട്ടില്ല. അടുത്ത ജനാല കൂടെ ടീച്ചർ ഒന്ന് തുറക്കാം കേട്ടോ. ഇതെന്താ മക്കളെ? എന്ത് തൂണാണെന്നോ? തൂണാണെന്ന് തോന്നിയോ? ആണോ കൂട്ടുകാരെ? ദാ കൂട്ടുകാരൻ്റെ പേര് വീണ്ടും പറഞ്ഞു. എന്നാ നമുക്കിത് മാറ്റി നോക്കിയാലോ? നോക്കാം. ദാ നിൽക്കുന്നു ടീച്ചറിൻ്റെ കൂട്ടുകാരൻ. മക്കള് പറഞ്ഞ ഉത്തരം ശരിയാണല്ലേ? ആ, ആന ശരിയാണല്ലേ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനയുടെ നിറം എന്താ മക്കളെ? എന്ത്? ആ, കറുപ്പ് നിറമാണല്ലേ. ആനയുടെ തുമ്പിക്കൈ കണ്ടിട്ടുണ്ടോ? ദാ വലിയ നീണ്ട തുമ്പിക്കൈയാണല്ലേ. ദാ നീണ്ട തുമ്പിക്കൈയാണ്. ആനയുടെ കാലുകൾ എങ്ങനെയാ? തടിച്ച് തുണുപോലെയുണ്ടല്ലേ. ആനയ്ക്ക് ചെറിയ വാലാണല്ലേ. ദാ കണ്ടില്ലേ മക്കളെ, ചെറിയ വാലാണ്. ആനയ്ക്ക് വലിയ കൊമ്പുണ്ട്. കണ്ടില്ലേ മക്കളെ, ആനയ്ക്ക് വലിയ കൊമ്പുണ്ട്. നല്ല വെളുത്ത കൊമ്പാണ്. ആനയ്ക്ക് വലിയ ചെവിയാണ്. കണ്ടില്ലേ, വലിയ ചെവിയാണ്. മുറം പോലുള്ള ചെവി. അത് വീശി നടക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണല്ലേ. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ആനയെ കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ആനയ്ക്ക് ചെറിയ കണ്ണുകളാണല്ലേ. അല്ലേ മക്കളെ? ദാ നോക്ക്, ചെറിയ കണ്ണുകളാണ്. ഇനി എല്ലാവരും ആനയുടെ ചിത്രം ശേഖരിച്ച് വെക്കണം കേട്ടോ. മക്കളെ, അടുത്ത ദിവസം കളർ പേപ്പർ, ഐസ്ക്രീം സ്റ്റിക്ക്, പശ, പെൻസിൽ, കത്രിക എന്നിവ കരുതി വെക്കണം കേട്ടോ. പ്രിയ രക്ഷിതാക്കളെ, ഒരു കുട്ടിയുടെ വളർച്ചയെപ്പോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് വികാസവും. വളർച്ചയ്ക്ക് ഭക്ഷണം എന്നതുപോലെ വികാസത്തിനായി അവരുടെ ഗ്രഹാന്തരീക്ഷം, അവരുടെ ശൈശവകാല പഠനാനുഭവങ്ങൾ, മറ്റു കളിപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കിളിക്കഞ്ചൽ എന്ന പരിപാടിയിൽ ഉത്സവങ്ങൾ എന്ന തീമിലെ 5-ാം ദിവസത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. ഇന്ന് ടീച്ചർ ഒന്നാമതായി അക്കങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ചെയ്തത്. അക്കങ്ങൾ ഉപയോഗിച്ച് കുട്ടിക്ക് പരിചിതമുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ കുട്ടിക്ക് ഗണിതബോധവും അതോടൊപ്പം വൈജ്ഞാനികതയും സൂക്ഷ്മപേശി വികാസവും നടക്കുന്നു. രണ്ടാമതായി കൈമണി നിർമ്മാണം എന്ന പ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. കൈമണി നിർമ്മിക്കുന്നതിലൂടെ കുട്ടികളുടെ സൂക്ഷ്മപേശി വികാസവും അതോടൊപ്പം ഈണത്തോടുകൂടി പാട്ടുപാടുന്നതിലൂടെ കുട്ടിക്ക് താളബോധവും അതോടൊപ്പം ആസ്വാദകതയും വർദ്ധിക്കുന്നു. ഈ പ്രവർത്തനത്തിലൂടെ കുട്ടിക്ക് ക്രിയാത്മകത, സർഗാത്മകത എന്നിവ വർദ്ധിക്കുന്നു.
മൂന്നാമതായി ടീച്ചർ ഊഹിച്ചു പറയാം എന്ന പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത്. ഒരു കഥയിലൂടെയാണ് ടീച്ചർ ഈ പ്രവർത്തനം അവതരിപ്പിച്ചത്. തൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നും അവൻ മറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നതിലൂടെ തന്നെ കുട്ടിയുടെ കൗതുകം വർദ്ധിക്കുന്നു. പിന്നീട് ഓരോ ജനാലകൾ തുറക്കുകയും തൻ്റെ കൂട്ടുകാരൻ ഇതിലെ ഉണ്ടെന്നും മനസ്സിലായോ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൗതുകം വർദ്ധിക്കുകയും കുട്ടിയുടെ ജിജ്ഞാസ ഏറുകയും ചെയ്യുന്നു. ഓരോ ജനാലകൾ തുറക്കുമ്പോഴും കുട്ടി ഊഹിച്ചു പറയാൻ ശ്രമിക്കുകയും അതിലൂടെ കുട്ടിയുടെ ജിജ്ഞാസയും അതോടൊപ്പം വൈജ്ഞാനിക വികാസവും വർദ്ധിക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളുടെ ഓരോ പ്രവർത്തനങ്ങളിലും അവർക്കൊപ്പം ഇരുന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവരോടൊപ്പം ഇരിക്കുകയും ചെയ്യും എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ കിളിക്കൊഞ്ചൽ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി.